വെൽക്കം ടു ഈസി ആൻഡ് ടേസ്റ്റി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇഞ്ചിപ്പുളിയാണ്. പുളിഞ്ചി, ഇഞ്ചിക്കറി എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു മൺചട്ടിയാണ്. അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇടത്തരം വലുപ്പമുള്ള ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ആവശ്യം. അതിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. സാദാ ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. അത് പിഴിഞ്ഞ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മധുരം ചേർക്കുന്നതുകൊണ്ടാണ് പുളിയുടെ അളവ് കുറച്ചത്. മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് കിട്ടണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് 100 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 250 ഗ്രാം വരെ എടുക്കാം. എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 100 ഗ്രാം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 250 ഗ്രാം വരെ ആവാം. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് നമുക്ക് വറുത്ത് കോരിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കറിയിലത്തെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഓരോ ശർക്കരയുടെ മധുരം അനുസരിച്ചിരിക്കും. ഇത് അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് ഞാൻ ഒരച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് വറ്റി വരണം, ഒന്ന് കുറുകിയ പോലെ ആവണം. അതുവരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത ഇഞ്ചി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഫ്ലേവർ കളയാതെ തന്നെ നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് ഇതിനെ വറുത്തെടുക്കണം. അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ, 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കറിയിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്